കഴിഞ്ഞ ദിവസം പരുമല ആശുപത്രിയുടെ പുതിയ പീഡിയാട്രിക് ബ്ലോക്കിന്റെ ഉദ്ഘാടന കർമ്മം പരുമലയിൽ നടന്നിരുന്നു. പരിശുദ്ധ ബാവ തിരുമേനി അധ്യക്ഷനായ ചടങ്ങിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയും സഭാപുത്രിയുമായ വീണ ജോർജാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ചില അസാധാരണ സംഭവങ്ങൾ ആ മഹനീയ ചടങ്ങിൽ അരങ്ങേറിയെന്ന് മാത്രമല്ല, ചില ചോദ്യങ്ങളും സംശയങ്ങളും തോന്നുന്നുമുണ്ട്. ബാവയും തിരുമേനിമാരും ഇരുന്ന കസേരയിൽ മഞ്ഞ, പിങ്ക് നിറങ്ങളിൽ ഉള്ള സീറ്റ് കവർ വിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മന്ത്രിയുടെ കസേരയ്ക്ക് മാത്രം സീറ്റ് കവർ ഇട്ടില്ല. അതെന്തുകൊണ്ടാണ്? സഭയുടെ അംഗമാണെങ്കിലും 3 കോടി ജനങ്ങളുടെ മന്ത്രിയാണ് വീണ ജോർജ്. പിങ്ക് കളറുള്ള സീറ്റ് കവറിൽ ഇരുന്ന ബാവ വെറും വിരലിൽ എണ്ണാവുന്ന ലക്ഷം പേരുടെ മാത്രം നേതാവാണ്. എന്നിട്ടും മുന്തിയ പരിഗണന ബാവായിക്ക്. വിശിഷ്ട അതിഥിയും മന്ത്രിയുമായ വീണ ജോർജും ബാവ തിരുമേനിയും തൊട്ടടുത്തടുത്ത കസേരകളിൽ ഇരുന്നിട്ടും ബാവ തിരുമേനി അദ്ദേഹത്തിൻ്റെ ആത്മീയ മകൾ കൂടിയായ മന്ത്രിയോട് ഒരക്ഷരം പോലും മിണ്ടിയതായി ആ ചടങ്ങിൻ്റെ ലൈവിൽ കണ്ടില്ല. അതെന്തുകൊണ്ടാണ്? അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ ബാവ തിരുമേനി വേദി വിട്ടിറങ്ങി എങ്ങോട്ടോ ഓടി. ഉദ്ഘാടകയായ മന്ത്രിയോട് പോലും പറയാതെ വാണം വിട്ട പോലെ എങ്ങോട്ടോ ഇറങ്ങി ഓടി. സാധാരണ അങ്ങനെ പോകുമ്പോൾ അടുത്തിരിക്കുന്ന ഉദ്ഘാടകനോട് പറഞ്ഞിട്ട് പോകുന്നതാണ് സാമാന്യ മര്യാദ. തിരിതെളിച്ച് ഉദ്ഘാടനവും ചെയ്ത് മന്ത്രിയുടെ പ്രസംഗം കൂടി കഴിഞ്ഞ് ഇറങ്ങുന്നതാണ് കീഴ്വഴക്കം. കഴിഞ്ഞ 1 മാസമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ ആഴ്ചയിൽ 2 വീതം ആശമാരെക്കുറിച്ച് വല്ലാതെ ആശങ്ക അഭിനയിക്കുകയായിരുന്നല്ലോ ബാവ. എന്നാൽ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ തൊട്ടടുത്തുണ്ടായിട്ടും ആശമാരെ പറ്റി ഒരു അക്ഷരം പോലും ബാവ ചോദിച്ചില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? 1 മാസമായി സർക്കാരിനെയും മന്ത്രിയെയും ആശമാരുടെ പേര് പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രസംഗത്തിനിടയിൽ മന്ത്രി മറുപടി പറയുമെന്ന് ഭയന്നിട്ടാണോ മന്ത്രിയുടെ പ്രസംഗത്തിനു മുൻപേ ബാവ ഓടിയത് എന്നാണ് നാട്ടുകാരുടെ സംശയം. സഭയെക്കുറിച്ച് യാതൊരു ആശങ്കയും ഇല്ലാത്ത ബാവ തിരുമേനി ആശമാരെക്കുറിച്ച് മാധ്യമങ്ങളോട് ഇതുവരെ പറയാത്ത ബാക്കി ആശങ്കകൾ കൂടി അധ്യക്ഷ പ്രസംഗ സമയത്ത് മന്ത്രിയോട് മൈക്കിൽ കൂടി പറയുമെന്ന് കരുതിയിരുന്നവരെ നിരാശരാക്കി. ഒന്നുമേ പേശിയില്ല. അതെന്തുകൊണ്ടാണ്? കഴിഞ്ഞ 1 മാസത്തെ ബാവയുടെ വിഷമം കണ്ടിട്ട് സഹോദരൻ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തെ ആശമാർക്ക് മാസം 1000 രൂപ വീതം കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുമെന്നൊക്കെ പലരും വെറുതെ നനച്ചുപോയി. വെറുതെ നനച്ചുപോയി. അതും സംഭവിച്ചില്ല. ഒളിച്ചും പാത്തുമുള്ള വേലവെപ്പും പാരവെപ്പും നടത്തുന്നവരെയും നേരെ ചൊവ്വയെ മുഖത്ത് നോക്കി സംസാരിക്കാത്തവനെയും അങ്ങ് കേരളത്തിൽ നാട്ടുകാർ വിളിക്കുന്നത് വേറെ പേരാണ്. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത് എന്ന് നാട്ടുകാർ പറയാറുണ്ട്. ബാവയുടെ ഇന്നത്തെ ഓട്ടം കണ്ടിട്ട് ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ വായിച്ച് കേട്ട സെതറ ഓർമ്മ വീണ്ടും വന്നു. പത്രോസേ, നിന്റെ വാളെവിടെ? തോമേ, നീ എവിടെ ഒളിച്ചു? മത്തായി, നീ എങ്ങോട്ട് ഓടുന്നു?